കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രൈസ്റ്റ് ബ്ലെസ്സസ് എന്ന അനുഗ്രഹീതമായ ഈ യൂട്യൂബ് ചാനലിലൂടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനവും സാക്ഷ്യവുമായി നിങ്ങളുടെ മുമ്പാകെ കടന്നു വരുവാൻ സർവകൃപാലുവായ മഹാദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ക്രൈസ്റ്റ് ബ്ലെസ്സസ് എന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ ആത്മീക ചാനലിലൂടെ നൂറുകണക്കിന് ദൈവമക്കളുടെ ദൈവദാസന്മാരുടെ സാക്ഷ്യങ്ങൾ ലോകമെമ്പാടും അനേകർക്ക് അനുഗ്രഹമായി തീരുന്നതോർത്തും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ചാനലിൽ കൈകാര്യം ചെയ്യുന്ന കർത്താവിൻ്റെ ദാസന്മാരെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം എനിക്കും ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. വിശുദ്ധ ബൈബിളിൽ അപ്പോസ്തലനായ പത്രോസ് ശ്ലീഹ പറഞ്ഞ ഒരു വാക്യം ഇങ്ങനെയാണ്: ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. അതുപോലെ തന്നെ അപ്പോസ്തലനായ യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ ഇങ്ങനെയാണ് ആരംഭം കുറിക്കുന്നത്: ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും ഞങ്ങളുടെ സ്വന്തം കണ്ണ് കൊണ്ട് കണ്ടതുമായ ജീവൻ്റെ വചനം സംബന്ധിച്ച്. അതുപോലെ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു കാലത്ത് ഞാനൊരു മഹാപാപിയായിരുന്നു, എന്നാൽ അദ്ദേഹം പറഞ്ഞു, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിപ്പാനും വിശ്വസിപ്പാനും യോഗ്യമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ഇങ്ങനെ വിശുദ്ധ ബൈബിളിൽ നൂറുകണക്കിന് അനുഭവങ്ങളിലൂടെ യേശുക്രിസ്തുവിനെക്കുറിച്ച് വ്യക്തമായും പ്രതിപാദിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതിനോട് ചേർന്നുകൊണ്ട് വിജയകുമാർ എന്ന് പറയുന്ന ഈ ഞാനും വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടെ പറയുന്നു, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹിമ കണ്ട ഒരു സാക്ഷിയാണ് ഞാൻ. പ്രിയപ്പെട്ടവരെ, എൻ്റെ പേര് വിജയകുമാർ എന്നാണ്. ഞാൻ തൊടുപുഴയിൽ കുടുംബമായി താമസിക്കുന്നു. എനിക്ക് ഭാര്യയും 2 കുഞ്ഞുങ്ങളുമുണ്ട്. ഈ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചോ ഈ സുവിശേഷത്തെക്കുറിച്ചോ ഈ ബൈബിളിനെക്കുറിച്ചോ യാതൊരു ബന്ധവുമില്ലാതെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഇന്നേക്ക് ചില വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2007 ഫെബ്രുവരി മാസം 1-ാം തീയതി ഈ യേശുവിനെ കണ്ടെത്തുന്നതിന് മുമ്പുള്ള എൻ്റെ ജീവിതമെന്ന് പറഞ്ഞാൽ ഒത്തിരിയേറെ സമയം ഞാനത് പറയേണ്ടി വരും. എങ്കിലും സമയത്തിൻ്റെ പരിമിതി കൊണ്ട് വളരെ ചുരുക്കം വാക്കുകളിൽ ഞാൻ നിങ്ങളോട് പറയാം. പ്രിയപ്പെട്ടവരെ, ഞങ്ങളത് നിങ്ങളോട് അറിയിക്കുന്നത് ഞങ്ങളുടെ അനുഭവങ്ങളാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ രുചിച്ചറിഞ്ഞ അനുഭവങ്ങളാണ്. അതായത് ഞാൻ ഈ തൊടുപുഴയിൽ ഒരു ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ അന്നുണ്ടായിരുന്ന ആ മതഭക്തിയിലൊക്കെ ഞാൻ ജീവിച്ചിരുന്നൊരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ചട്ടക്കൂടുകൾക്കകത്ത് ജീവിച്ചിരുന്നൊരു വ്യക്തിയാണ്. ആചാരാനുഷ്ഠാനങ്ങളിൽ മുഴുകി നടന്നൊരു വ്യക്തിയാണ്. 2000 ഫെബ്രുവരി മാസം 9-ാം തീയതി എനിക്ക് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിലൂടെയാണ് എൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവ് ആരംഭിക്കുന്നത്. ഈ തൊടുപുഴ തന്നെയുള്ള ഒരു ചാഴികാട്ട് എന്ന് പറയുന്ന ഹോസ്പിറ്റലിലാണ് എൻ്റെ കുഞ്ഞ് ജനിക്കുന്നത്. ആ സമയത്ത് വല്ലാത്തൊരു ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു. എങ്കിലും ഏകദേശം ഒരു 8-10 ദിവസത്തോളം ഹോസ്പിറ്റലിൽ കഴിഞ്ഞു. പിന്നെ ഒരു 7 വർഷം എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പലയിടങ്ങളിലൊക്കെ രോഗസൗഖ്യത്തിനായിട്ട് മാറി മാറി ചികിത്സിച്ച് ഒത്തിരിയേറെ ഡോക്ടർമാരെ കൊണ്ട് ഒത്തിരി ആശുപത്രിയിൽ പോയി. അങ്ങനെ അവസാനം എൻ്റെ ബിസിനസ്സെല്ലാം തകർന്ന് എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം വന്നു. പ്രിയരെ, ചുരുക്കി പറയട്ടെ, ഏറ്റവും അവസാനം എൻ്റെ ബിസിനസ്സെല്ലാം പരാജയപ്പെട്ടു. എൻ്റെ ജീവിതമാകെ താളം തെറ്റി. എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. എന്തിനേറെ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും യാതൊരു സാഹചര്യവുമില്ലാത്തൊരവസ്ഥയിൽ ഞാൻ എത്തിച്ചേർന്നു. എൻ്റെ കുടുംബം ഒരു പട്ടിണിയുടെ അവസ്ഥയിലേക്കായി. അഭിമാനം കൊണ്ട് ഇതാരോടും പുറത്തു പറയാതെ ഉള്ളിലൊതുക്കി ഇങ്ങനെ മുൻപോട്ട് പോയി. 2007 ഫെബ്രുവരി മാസം 1-ാം തീയതി രാവിലെ ഞാൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു,
2-3 ദിവസമായി വീട് പട്ടിണിയാണ്. ഇന്ന് വരുമ്പോൾ 1 കിലോ അരി മേടിച്ചു കൊണ്ടുവരണം. നമുക്ക് കഴിച്ചില്ലേലും കുഴപ്പമില്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്കത് കൊടുക്കണം. അവരുടെ വിശപ്പ് കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല, അവരുടെ കരച്ചിൽ കേട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ നോക്കട്ടെ, എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഉച്ചവരെ ഈ പട്ടണത്തിലുള്ള ചില സ്ഥലങ്ങളിലൊക്കെ പോയിരുന്ന് ഉച്ചയായപ്പോൾ ഈ തൊടുപുഴ ടൗണിൽ തന്നെയുള്ള ഒരു പലചരക്ക് കടയിൽ ചെന്നിട്ട് പരിചയമുള്ളൊരു ചേട്ടനുണ്ട് അവിടെ. ചേട്ടാ, എനിക്ക് ഒരു കിലോ അരി കടമായിട്ട് തരണം, ഞാൻ നാളെ വരുമ്പോൾ പൈസ കൊണ്ട് തരാം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. എന്നാൽ അദ്ദേഹം ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സഹോദര, ഞാൻ കടം കൊടുക്കുന്ന പരിപാടി നിർത്തി, അതുകൊണ്ട് ക്ഷമിക്കുക എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു പോന്നു. അങ്ങനെ 2 കടകളിൽ ഞാൻ ഇതേ ആവശ്യമായി ചെന്നു. പക്ഷേ അവിടെ എല്ലാം നിരാശയായിരുന്നു എനിക്ക് ഫലം. അവസാനം 3-ാമത്തെ ഒരു കടയിൽ ചെന്നിട്ട്, ചേട്ടാ, എനിക്കൊരു 1/2 കിലോ അരി തരണം, എൻ്റെ കയ്യിൽ പൈസയില്ല, ഞാൻ നാളെ ഉറപ്പായിട്ടും കൊണ്ടുതരാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ മുഖത്തൊരു പുച്ഛഭാവത്തോടെ നോക്കി. അദ്ദേഹം പറഞ്ഞു, ഏത് ബാറിൽ നിന്നാണ് വന്നത് എന്ന് ചോദിച്ചു. അദ്ദേഹം ധരിച്ചിരുന്നത് ഞാൻ കിട്ടിയ പൈസ മുഴുവൻ മദ്യപിച്ച് അതിനുവേണ്ടി ചിലവഴിച്ചിട്ട് ഇങ്ങനെ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അതിലൊരാളായിട്ടാണ് എന്നെ കരുതിയത്. പക്ഷേ അതായിരുന്നില്ല വാസ്തവം. അവസാനം അത് കേട്ടിട്ട് ഞാൻ തിരിച്ചിറങ്ങി വന്ന് ഈ പട്ടണത്തിൽ തന്നെയുള്ള എനിക്കറിയാവുന്ന ഒരു കടയിൽ ചെന്നിട്ട് ഒരു 1.5 രൂപ കൊടുത്തൊരു ബ്ലേഡ് മേടിച്ച് ഞാൻ പോക്കറ്റിൽ വെച്ചിട്ട് ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ നടക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, സ്വന്തമായി പാടവും പത്തായപ്പുരയും എല്ലാ സാഹചര്യങ്ങളും ഒരു കാലത്തുണ്ടായിരുന്ന ഞാൻ ഈ പട്ടണത്തിൽ 1/2 കിലോ അരിക്ക് വേണ്ടി ഭിക്ഷയാചിക്കേണ്ടി വന്ന ഒരു ഗതികേടിൽ, ഇത്രയേറെ ഒരു അധപ്പതനത്തിൽ ഞാൻ എങ്ങനെ എത്തിച്ചേർന്നെന്ന് ഞാൻ സ്വയം എന്നോട് തന്നെ ചോദിച്ച് റോഡിലൂടെ കരഞ്ഞുകൊണ്ട് ഞാൻ വല്ലാതെ തകർന്നുപോയി. കാരണം ഇങ്ങനൊരു അവസ്ഥ, ഒരു ഭിക്ഷാന്തേഹിയെപ്പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ കരനീട്ടേണ്ടി വരുന്ന ഒരവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചില്ല. ഞാൻ വീട്ടിൽ ചെന്നു. എൻ്റെ ഭാര്യ എന്നെ കണ്ട് ചോദിച്ചു, എന്താ ഒന്നും കിട്ടിയില്ലേ, എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നും കിട്ടിയില്ല, ഇനിയൊന്നും കിട്ടാൻ പോകുന്നുമില്ല. കുഞ്ഞുങ്ങൾ വിശന്ന് കിടന്നുറങ്ങി. ഏകദേശം 7 മണിയോടടുക്കുന്ന സമയം, വൈകിട്ട് 7 മണിയോടടുക്കുന്ന സമയം, ഞാൻ പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി വന്ന് എൻ്റെ ഭാര്യയോട് വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇങ്ങ് വന്നേ, ഞാനൊരു കാര്യം പറയാം. ഇന്ന് രാത്രി. അപ്പോൾ ചോദിച്ചു, എന്തായി പറയുന്നേ? ഞാൻ പറഞ്ഞു, തൊടുപുഴയിൽ ഞാൻ 1/2 കിലോ അരിക്ക് വേണ്ടി ഭിക്ഷയാചിച്ചിട്ട് വന്ന മനുഷ്യനാണ്. ഒരു ഭിക്ഷക്കാരൻ 10 പേരോട് ചോദിച്ചാൽ അതിലൊരു 2 പേരെങ്കിലും കൊടുക്കും. പക്ഷേ ഞാൻ 4 പേരോട് ചോദിച്ചിട്ട് ഒരാൾ പോലും പ്രതികരിച്ചില്ല, എനിക്ക് ലഭിച്ചില്ല. അതുകൊണ്ട് ഇനി ഞാൻ ഈ പട്ടണത്തിൽ ജീവിച്ചിരിക്കില്ല, ഞാൻ മടുത്തു, ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നു, നീയും കുഞ്ഞുങ്ങളും എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചോണം, ഞാൻ ഇന്ന് രാത്രി മരിക്കും എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിച്ചിട്ട് എൻ്റെ ഭാര്യ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ ഇറങ്ങിയതാണെങ്കിൽ ഒറ്റയ്ക്കായിട്ട് പോകണ്ട, ഞാനും കുഞ്ഞുങ്ങളും ഇനി എങ്ങനെ ജീവിച്ചിരിക്കും, അത് വേണ്ട, നമുക്ക് 4 പേർക്കും കൂടെ ഒരുമിച്ച്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ അന്ന് രാത്രി കുടുംബമായി തീരുമാനിച്ചു. നിങ്ങൾക്കറിയാം, നമ്മൾ ഓരോ ദിവസം പത്രമെടുത്ത് നോക്കുമ്പോൾ ഒത്തിരിയേറെ ആത്മഹത്യകളുടെ വാർത്തകൾ നമുക്ക് കാണാൻ കഴിയും. ഈ ആത്മഹത്യ ചെയ്യുന്നവരെല്ലാം ദാരിദ്ര്യം ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ എല്ലാവരും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടോ ഒന്നുമല്ല. അതിനകത്ത് ഒത്തിരി ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഉന്നത പദവികളിൽ ഇരിക്കുന്നവരുണ്ട്, സമൂഹത്തിൽ മാന്യമായ സ്ഥാനമുള്ളവരുണ്ട്, നല്ല നല്ല വിദ്യാഭ്യാസമുള്ളവരുണ്ട്. പക്ഷേ ഓരോ ദിവസം ചെല്ലുന്തോറും ആത്മഹത്യകളുടെ എണ്ണം പെരുകി വരുന്നു. എല്ലാവർക്കും ജീവിക്കാൻ തന്നെയാണ് താല്പര്യം. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ജീവിതത്തിൽ വരുമ്പോൾ പലരും ആത്മഹത്യ ചെയ്യുന്നു. ഞങ്ങളെ സംബന്ധിച്ചും ഞങ്ങൾക്കും ജീവിക്കാനായിരുന്നു ആഗ്രഹം. പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. ഞങ്ങൾ ജീവിതത്തിൽ കണക്കുകൂട്ടിയ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റി. അങ്ങനെ ഞങ്ങളും അന്ന് രാത്രിയിൽ ഞാൻ വേഗത്തിൽ എൻ്റെ കുഞ്ഞിൻ്റെ ബുക്കിൽ നിന്നൊരു വെള്ളപ്പേപ്പർ എടുത്ത് എഴുതി വെച്ചു. എഴുതി വച്ചു. എന്നിട്ട് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എനിക്ക് കുറച്ച് കഞ്ഞിവെള്ളം വേണം കുടിക്കാൻ, വീട്ടിലില്ല. എൻ്റെ ഭാര്യ പറഞ്ഞു, നോക്കട്ടെ, അപ്പുറത്തെ വീട്ടിൽ പോയി വാങ്ങാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കപ്പുമായി അപ്പുറത്തെ മുറിയിലേക്ക് പോകുന്ന സമയത്ത്
എൻ്റെ അടുക്കളയ്ക്കകത്ത് ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു. കാരണം ഈ ദിവസങ്ങളിലൊക്കെ എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റി, ജീവിതത്തിൻ്റെ താളം തെറ്റിയപ്പോൾ രക്ഷയ്ക്കായി അലഞ്ഞ ഇടത്തു നിന്നെല്ലാം എനിക്ക് നിരാശ മാത്രം ലഭിച്ചപ്പോൾ ഞാൻ തീരുമാനിച്ചു, ചെയ്തേക്കാമെന്ന് തീരുമാനിച്ച് അങ്ങനെ അത് മേടിച്ചു കൊണ്ടുവച്ചു. എൻ്റെ ഭാര്യയോ മക്കളോ അറിഞ്ഞില്ല. എൻ്റെ ഭാര്യ വെള്ളവുമായി തിരിച്ചു വരുമ്പോൾ ഇത് കണ്ടിട്ട് ചോദിച്ചു, ഇതെവിടെ ഇരുന്നതാ? ഞാൻ പറഞ്ഞു, ഇത് 2-3 ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെടുത്ത് 4 ഗ്ലാസ്സിനകത്ത് അല്പം കഞ്ഞിവെള്ളം ഒഴിച്ച് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യ എന്നോട് ചോദിച്ചു, അപ്പോഴേ മരിക്കാം, ഞാനും തയ്യാറാ, പക്ഷേ കുഞ്ഞുങ്ങളെ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, ഞാനും നീയും മരിച്ച ശേഷം നമ്മുടെ കുഞ്ഞുങ്ങൾ മാത്രമായി ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ രണ്ടുപേരുടെയും വീട്ടുകാരവരെ സന്തോഷത്തോടെയൊക്കെ കൈക്കൊള്ളും, കുറച്ച് നാളൊക്കെ അവരെ വളർത്തും. പക്ഷേ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അവസാനം അപ്പനും അമ്മയും ഇല്ലാത്ത മക്കളായതുകൊണ്ട് ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നാക്കും. അത് വേണ്ട, നമുക്ക് പോകുമ്പോൾ നമുക്ക് 4 പേർക്കും കൂടെ അങ്ങ് പോയേക്കാം, നമുക്ക് കുഞ്ഞുങ്ങളെയും കൂടെ കൊണ്ടുപോകാം എന്നങ്ങനെ പറഞ്ഞു. അപ്പോൾ ഭാര്യ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവർക്ക് സമയത്ത് എനിക്കത് കാണാൻ പറ്റില്ല, അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് വിളിക്ക്, ഞാനും വന്നേക്കാം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, നീ മാറി നിൽക്ക്, ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് ഞാൻ ആദ്യത്തെ ഗ്ലാസ് എടുത്തു. എൻ്റെ കൈ വിറക്കുകയാണ് പ്രിയരെ. ആദ്യത്തെ ഗ്ലാസ് എടുത്തു. മോള് ഈ ഒരു വശത്ത് കിടന്നുറങ്ങുന്നു, തൊട്ടപ്പുറത്ത് മോനും കിടന്നുറങ്ങുന്നു. ഞാൻ എൻ്റെ മോളെ വിളിച്ചു, മോനെ എഴുന്നേക്ക്, അച്ഛൻ ജ്യൂസ് കൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞ് ചാടി എഴുന്നേറ്റു. എനിക്കറിയാം ഇത് ജ്യൂസല്ല, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ കുഞ്ഞിന് കൊടുക്കാനായിട്ട് പോകുന്ന സമയത്ത്, പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ മോള് പറഞ്ഞു ഇങ്ങ് തന്നേരം ഞാൻ കുടിച്ചോളാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട മോനെ, അച്ഛൻ ഒഴിച്ചു തരാം എന്ന് പറഞ്ഞ്, വായി തുറക്ക്, അച്ഛൻ ഒഴിച്ചു തരാം എന്ന് പറഞ്ഞ് ഞാനിതിങ്ങനെ കൊടുക്കാനായിട്ട് അവരുടെ ചുണ്ടോട് അടുപ്പിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ വീടിൻ്റെ വാതിൽക്കൽ ആരോ ഇങ്ങനെ ശക്തമായി മുട്ടുന്നു. കോളിംഗ് ബെല്ലില്ല, മുട്ടുന്നു, ചേച്ചി ചേച്ചി എന്ന് വിളിക്കുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് കരുതി, വീടിൻ്റെ വാടക കൊടുത്തിട്ട് 4 മാസമായി, തൊട്ടടുത്താണ് വാടക വീടിൻ്റെ ഉടമസ്ഥൻ താമസിക്കുന്നത്. അദ്ദേഹം വാടക ചോദിക്കാൻ വന്നതാണ് എന്നെനിക്ക് മനസ്സിലായി. അവധി പറഞ്ഞു മടുത്തു. ഞാൻ ഭാര്യയോട് പറഞ്ഞു, ഞാനിനി എന്താ പറയണ്ടേ, ഒരു കാര്യം ചെയ്യ്, ഞാനിവിടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞേക്കെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഞാൻ അടുക്കളയിലോട്ട് മാറി. മോള് കിടന്ന് വിളിക്കുക. ഞാൻ പറഞ്ഞു, മോളെ നിൽക്ക്, ആ ചേട്ടൻ, രാജൻ എന്നാണ് ആ ചേട്ടൻ്റെ പേര്, ആ രാജൻ ചേട്ടൻ പോകട്ടെ, പോയിട്ട് തരാം എന്ന് പറഞ്ഞ് മോളെ എങ്ങനെ ആശ്വസിപ്പിച്ചിട്ട് ഞാൻ അകത്തേക്ക് മാറി നിന്നു. എൻ്റെ ഭാര്യ കണ്ണൊക്കെ തുടച്ചിട്ട് ആ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ, പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ പ്രതീക്ഷിച്ച ആളല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ അന്നുവരെ കണ്ടിട്ടില്ലാത്ത, എന്തിനേറെ ഞങ്ങൾ സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത 2 ചെറുപ്പക്കാർ. ഒരാളുടെ കയ്യിൽ ഇങ്ങനെയുള്ളൊരു പുസ്തകമുണ്ട്, മറ്റൊരാളുടെ തോളിൽ തുണി കൊണ്ടുള്ളൊരു സഞ്ചിയുണ്ട്. അതിലൊരു സഹോദരൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ചേച്ചി, ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒന്ന് കയറിയതാണ്. തൊട്ട് താഴെ താമസിക്കുന്ന ചേച്ചി പറഞ്ഞു, പോകുമ്പോൾ ആ വീട്ടിൽ കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണമെന്ന്. അങ്ങനെ ഞങ്ങളിവിടെ വന്നതാന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അവർ ഒരു പരിചയവുമില്ല. ഭാര്യ പറഞ്ഞു, കയറിയിരിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ കയറി വന്നിരുന്നപ്പോൾ ഇവരാണെന്ന് കണ്ടപ്പോൾ ഞാൻ പയ്യെ അടുക്കളയ്ക്കകത്തുനിന്ന് പുറത്തേക്ക് ഹാളിലേക്ക് കയറി വന്നു. എനിക്കവരെ കണ്ടപ്പോൾ വല്ലാത്ത ദേഷ്യം തോന്നി. കാരണം ജീവിതം മടുത്തിട്ട് ഞങ്ങൾ ജീവിതം അവസാനിപ്പിക്കാൻ, മരിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ ഞങ്ങളെ മരിക്കാൻ പോലും സമ്മതിക്കാതെ എന്തിനാ ഈ സമയത്ത് അവരിവിടെ കയറി വന്നു? ഇവരാരാണ്? ഇങ്ങനെ ചിന്തിച്ച് ഞാൻ വല്ലാത്തൊരു ദേഷ്യത്തിൽ, ഉള്ളിലിങ്ങനെ ഭയങ്കരമായൊരു കോപത്തിൽ നിൽക്കുന്ന സമയത്ത് അതിലൊരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ പേര് സിജു എന്നാണ്, എന്നോട് പേര് ചോദിച്ചു. ഞാൻ പേര് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നോട് ഇങ്ങനെ വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, സഹോദരാ, യേശു ക്രിസ്തു താങ്കളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. ഞാനത് കേട്ടിട്ട് ഒന്നും മിണ്ടിയില്ല, നിസ്സംഗതയോടെ നിന്നു. അടുത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, സഹോദരാ, നിങ്ങളാകെ തകർന്ന് നിങ്ങൾ മരണം മുന്നിൽ കണ്ടു നിൽക്കുന്നൊരു സമയമാണ് അല്ലേ എന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ്. നിങ്ങൾ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ എന്ന് ഇങ്ങോട്ട് ചോദിക്കുന്നു. അത് കേട്ടപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ വല്ലാതെ ഞെട്ടിത്തരിച്ചുപോയി. കാരണം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത് ഞാനും എൻ്റെ ഭാര്യയും മാത്രമല്ലാതെ എൻ്റെ മക്കൾ അറിഞ്ഞിട്ടില്ല, എൻ്റെ സ്വന്തക്കാരോ ബന്ധക്കാരോ എൻ്റെ അയൽവക്കക്കാരോ നാട്ടുകാരോ കൂട്ടുകാരോ ആരും അറിഞ്ഞിട്ടില്ല. ഞാനും എൻ്റെ ഭാര്യയും മാത്രം മറച്ചു വച്ച ഈ രഹസ്യം, ഈ കാര്യം ഒരു പരിചയവുമില്ലാത്ത, ഈ നാട്ടുകാർ പോലുമല്ലാത്ത ഇവർക്കെങ്ങനെ മനസ്സിലായി? ആരാണ് ഇവരെ ഇങ്ങോട്ട് അയച്ചത്? എന്തിനാണ് അവരിങ്ങനെ ഇവിടെ വന്നത്?
എന്ന് ഞാനങ്ങനെ ചിന്തിച്ചു നിന്നു. എന്നാൽ യേശുക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം ഈ വിശുദ്ധ ബൈബിളിൽ ഒരു വാക്യം ഞാൻ കണ്ടു. തൻ്റെ ഭക്തന്മാർക്ക് രഹസ്യം വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. ഉറപ്പായിട്ടും ആ ദൈവം തന്നെയാണ് ഈ പ്രിയപ്പെട്ടവരെ തക്ക സമയത്ത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, എൻ്റെ കുഞ്ഞിൻ്റെ ചുണ്ടോടടുപ്പിക്കുന്ന സമയത്താണ് ഈ വാതിൽക്കൽ മുട്ടുകേട്ടത്. ഒരു സെക്കൻഡിൻ്റെ പോലും വ്യത്യാസം അവിടെ ഇല്ല എന്നുള്ളതാണ്. ആ സമയത്താണ് ഈ വാതിലിൽ ശക്തമായ മുട്ട് കേൾക്കുന്നത്. നോക്കുക പ്രിയപ്പെട്ടവരെ, അവർ അല്പസമയം എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ശേഷം യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, സഹോദര, യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് താങ്കളെയും കണ്ടുകൊണ്ടാണ്, താങ്കളെയും സ്നേഹിച്ചുകൊണ്ടാണ്, താങ്കളെയും ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം, ലോകത്താര് കൈവിട്ടാലും നിങ്ങളെ കൈവിടാത്തൊരു ദൈവമുണ്ട്. ഈ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരും, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും എന്നെന്നോട് പറഞ്ഞു. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ സുവിശേഷം കേൾക്കാൻ നിന്നുകൊടുക്കുകയാണ്, യേശുക്രിസ്തുവിനെക്കുറിച്ച് കേൾക്കാൻ നിന്നുകൊടുക്കുകയാണ്. അവരങ്ങനെ അല്പസമയം സന്ധ്യ ആയതുകൊണ്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് ഈ സന്ദേശം, ഈ സുവിശേഷം ഞങ്ങളോട് പറഞ്ഞിട്ട് അവർ ഇറങ്ങുന്നു. ആ പോകാൻ നേരത്ത് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ചേച്ചി നാളെ ആ തൊട്ട് താഴെ വീട്ടിലൊരു പ്രയറുണ്ട്, ഞങ്ങൾ അങ്ങനെ വന്നതാണ്, അപ്പോൾ ഞങ്ങൾ അറിയുന്ന ഒരു കുടുംബമാണ്, അതുകൊണ്ട് പറഞ്ഞു, ആ ചേച്ചി പ്രത്യേകം പറഞ്ഞു നിങ്ങളുടെ അടുക്കൽ വന്ന് കണ്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണമെന്ന്. അങ്ങനെ വന്നതാണ്. ഒരു കാര്യം ചെയ്യ്, നാളെ ഈ ചേട്ടനെയും കുഞ്ഞുങ്ങളെയും കൂട്ടി നിങ്ങൾ ആ പ്രാർത്ഥനയ്ക്കൊന്ന് വാ, നിങ്ങളുടെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരുത്തും എന്ന് പറഞ്ഞ് അവരിറങ്ങി. നോക്കുക, അവർക്ക് ഒരു ഗ്ലാസ് ചായ പോലും കൊടുക്കാൻ ഞങ്ങളുടെ വീട്ടിലൊന്നുമില്ല. അപ്പോൾ ഭാര്യ പറഞ്ഞു വന്നേക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ പോയി. അവരങ്ങ് ഇറങ്ങിയ സമയത്ത് എൻ്റെ ഭാര്യ ഓടി വന്ന് ഞാൻ നോക്കുമ്പോൾ ആ ആത്മഹത്യക്കുറിപ്പ് ചുരുട്ടിക്കൂട്ടി എടുത്ത് വലിച്ചെറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്തായി ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് മരിക്കണ്ടേ? അപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, അതെ ഒരു കാര്യം ചെയ്യാം, മുങ്ങിച്ചാകാൻ പോകുന്നവൻ ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയാൽ കയറി പിടിക്കലേ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആ പ്രാർത്ഥനയ്ക്കൊന്ന് പോകാം, ഒന്ന് പോയി നോക്കാം. പ്രിയപ്പെട്ടവർ, വീണ്ടും ഞാൻ പറയുന്നു, ഈ ലോകത്തെ ഒരു 90 വയസ്സുള്ള 100 വയസ്സുള്ള ഒരാളോട് ചോദിച്ചാലും ഒരു 2 വർഷം കൂടെ ജീവിച്ചിരിക്കണമെന്നേ പറയത്തുള്ളൂ, അല്ലേ? എല്ലാവർക്കും ജീവിച്ചിരിക്കാനാണ് ആഗ്രഹം, ജീവിക്കാൻ തന്നെയാണ് കൊതി. പക്ഷേ ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനമെടുക്കുന്നതിൻ്റെ കാരണം എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുമ്പോഴാണ്. അതെ, ഞങ്ങൾക്കും ജീവിക്കാൻ തന്നെയായിരുന്നു ആഗ്രഹം. എൻ്റെ ഭാര്യ അങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് ഞാനൊന്നും മിണ്ടിയില്ല. നോക്കുക, സത്യത്തിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ സഹോദരങ്ങളെ, അവർ പ്രാർത്ഥിച്ചിട്ട് കടന്നു പോയപ്പോൾ എൻ്റെ വീടിൻ്റെ അന്തരീക്ഷത്തിന് തന്നെ ഒരു മാറ്റം വന്നതായിട്ട് എനിക്ക് മനസ്സിലായി. ഞങ്ങളുടെ ഉള്ളിൽ ഭയങ്കരമായൊരു സമാധാനം. അന്ന് രാത്രി ഞങ്ങൾ സന്തോഷത്തോടെ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ എൻ്റെ ഭാര്യ എന്നെ ആദ്യമൊക്കെ ഞാൻ ഒത്തിരി ഒക്കെ ഒന്ന് എതിർത്തെങ്കിലും നിർബന്ധിച്ചിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, പോരെ നമുക്കൊന്ന് പോകാം. അങ്ങനെയാണ് ഞങ്ങൾ പിറ്റേ ദിവസം ആ ഒരു വീട്ടിൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പോയിരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. അവർ കൈയടിക്കുന്നു, പാട്ടുപാടുന്നു, സ്തോത്രം ചെയ്യുന്നു, പ്രസംഗിക്കുന്നു, അങ്ങനെയൊക്കെ ആദ്യത്തെ ഒരു അനുഭവമാണ്. അങ്ങനെ ആ കൂട്ടായ്മയിൽ പോയിരുന്നു. പിന്നീട് അടുത്ത ദിവസവും പിന്നെ പോയി. അത് കഴിഞ്ഞ് ഈ പട്ടണത്തിൽ ഒരു ഞായറാഴ്ച വൈകുന്നേരത്ത് അവരൊരു കൂട്ടായ്മ ആരംഭിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ചെന്നു, ഏറ്റവും മുന്നിൽ പോയിരുന്നു. നോക്കുക സഹോദരങ്ങളെ, ശക്തമായൊരു ആരാധന അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇരുന്ന കസേരയിൽ നിന്ന് താഴെ ഇറങ്ങി 2 കൈയും ഉയർത്തി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് യേശുവേ എന്നൊരു വിളി വിളിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം ഞാനായിരുന്ന പശ്ചാത്തലത്തിൽ 3 കുടുംബക്ഷേത്രം, 2 സർപ്പക്കാവുകൾ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നൊരു പശ്ചാത്തലത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ വീടൊരു തറവാട് വീടായിരുന്നു. 100 വർഷത്തിലധികം പഴക്കമുള്ളൊരു വീട്ടിൽ യാഥാസ്ഥികമായൊരു ഹൈന്ദവ പശ്ചാത്തലത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എനിക്ക് യേശുവുമായിട്ടോ ഈ മാർഗവുമായിട്ടോ ഒരു ബന്ധവുമില്ല. എൻ്റെ ധാരണ യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമാണ്, ഞങ്ങൾക്ക് ഒത്തിരി ദൈവങ്ങളുണ്ട്. അങ്ങനെ ഒരു സാധാരണ ഒരു അറിവല്ലാതെ എനിക്ക് മറ്റൊന്നുമില്ലായിരുന്നു. എന്നാൽ ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, അന്ന് ആ കൂട്ടായ്മയുടെ നടുവിൽ ഞാൻ ഉച്ചത്തിൽ യേശുവേ കൈ ഉയർത്തി നിലവിളിച്ചു, എനിക്ക് സമാധാനം തരണമേ. ഞാൻ വേറൊന്നുമല്ല ദൈവത്തോട് ചോദിച്ചത്, കർത്താവെ എനിക്ക് സമാധാനം തരണം. അങ്ങനെ കൈ ഉയർത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദൈവദാസൻ എൻ്റെ അടുക്കൽ കടന്നു വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. അങ്ങനെ ആ ആരാധനയിൽ ദൈവം എന്നെ തൊട്ടു, ദൈവം എന്നെ സ്പർശിച്ചു. ദൈവത്തിന് സ്തോത്രം. സന്തോഷത്തോടെ ആരാധന കഴിഞ്ഞിറങ്ങുമ്പോൾ ദൈവദാസൻ എൻ്റെ കയ്യിൽ ഒരു പുതിയ നിയമത്തിൻ്റെ ബൈബിൾ തന്നു, ഒരു ഗിഡിയൻസിൻ്റെ ബൈബിൾ തന്നു. ആ ബൈബിൾ വായിക്കണമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്നു, ആ സന്തോഷം കൊണ്ട് ഉടനെ ബൈബിൾ തുറന്നു.
ആ ബൈബിൾ തുറന്നപ്പോൾ കിട്ടിയൊരു വാക്യമാണ് മത്തായി സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ വാക്യം. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. എനിക്ക് അതിൻ്റെ വ്യാഖ്യാനങ്ങളൊന്നും അറിയില്ല, അതിൻ്റെ അർത്ഥതലങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിച്ചു, എന്താ ഈ രാജ്യവും നീതിയും? എൻ്റെ വൈഫിനും അറിയത്തില്ല, കാരണം ഞങ്ങൾക്കിതുമായിട്ടൊരു ബന്ധവുമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്ന് എനിക്ക് സന്തോഷത്തോടെ പറയാൻ കഴിയും, ആ രാജ്യത്തിൻ്റെ ആ നീതിയുടെ വക്താക്കളായി മാറാൻ കർത്താവ് ഞങ്ങളെ തിരഞ്ഞെടുത്തു. ഞങ്ങളവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്, ഞങ്ങളവൻ്റെ മഹത്വം കണ്ട സാക്ഷികളാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. അതായത് ഞാൻ പറഞ്ഞല്ലോ, 7 വർഷം എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ചികിത്സിച്ച് മടുത്ത് പോകാത്ത ആശുപത്രികളില്ല, കാണാത്ത ഡോക്ടർമാരില്ല, കഴിക്കാത്ത മരുന്നുകളില്ല. എന്നാൽ കൃപയാൽ ഈ യേശു ക്രിസ്തുവിനെ അറിഞ്ഞതിന് 3 മാസത്തിന് ശേഷം പ്രിയരെ, എൻ്റെ കുഞ്ഞിനെ കർത്താവ് പൂർണ്ണമായും സൗഖ്യമാക്കി. ഇന്നുവരെയും ഒരു ആൻറ്റിബയോട്ടിക് മരുന്ന് മേടിച്ചു കൊടുക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല. മാത്രമല്ല, നോക്കുക, ഈ കൈകൊണ്ട് 2 കുഞ്ഞുങ്ങൾക്കും വിഷം കൊടുത്ത് കൊന്ന് അവരുടെ മരണം കാണാൻ ഇരുന്ന ഞാൻ തന്നെയാണ് ഈ കൈകൊണ്ട് എൻ്റെ 2 കുഞ്ഞുങ്ങളെയും ഈ തൊടുപുഴയിലെ ജലാശയത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുവാനുള്ള ഭാഗ്യം എനിക്ക് തന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തിയിട്ട് സ്നാനാർത്ഥിക്കു വേണ്ടി സ്നാപകൻ പ്രാർത്ഥിക്കും. എന്നിട്ട് അവസാനം പറയും, മരണപര്യന്തം വിശ്വസ്തയായിരിക്കുക, എന്നാൽ നീ ജീവകിരീടം പ്രാപിക്കും. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ കൈ ഉയർത്തുമ്പോൾ അറിയാതെ ഞാൻ പൊട്ടിക്കരഞ്ഞു. ഞാൻ കരയുന്നത് കണ്ടിട്ട് എൻ്റെ കുഞ്ഞുങ്ങളും കരഞ്ഞു. കാരണം എന്താണെന്നറിയാമോ? ഞങ്ങൾ യേശുക്രിസ്തുവിനെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ, ഈ സുവിശേഷത്തിൽ ഞങ്ങൾ വിശ്വസിച്ചില്ലായിരുന്നെങ്കിൽ, ഞങ്ങൾ 4 പേരും കൂടെ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൻ്റെ ശ്മശാനത്തിനകത്ത് ഒടുങ്ങിത്തീരേണ്ട സ്ഥാനത്ത് യേശുക്രിസ്തുവിനെ ഞങ്ങൾ അറിഞ്ഞതുകൊണ്ട്, യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ചതുകൊണ്ട്, ഈ സുവിശേഷം ഞങ്ങൾ വിശ്വസിച്ചതുകൊണ്ട്, നോക്കുക, ഞങ്ങളെ ഈ സ്നാനക്കുളത്തിൽ ഇറക്കി നിർത്തുന്ന ആ ദൈവത്തിൻ്റെ മഹാകൃപ, ആ ദൈവത്തിൻ്റെ മഹാകരുണയോർത്ത് അറിയാതെ ദൈവത്തെ സ്തുതിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ ലോകത്തിന് രൂപാന്തരം വരുത്താൻ, ഒരു കുടുംബത്തെ രക്ഷിക്കാൻ, ഒരു വ്യക്തിയെ രക്ഷിക്കാൻ ഉലകത്തിൽ യേശുക്രിസ്തുവല്ലാതെ മറ്റൊരു മാർഗമില്ല. ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി ഈ തൊടുപുഴ പട്ടണത്തിൽ ഭിക്ഷയാചിച്ച ഞാൻ നിങ്ങൾക്ക് വന്നു കാണാം. ഞാനിപ്പോൾ ഈ തൊടുപുഴ ടൗണിൽ തന്നെ, ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ തന്നെ ഒരു പ്രാർത്ഥനാലയമുണ്ട്, ഒരു സഭ നടത്തുന്നുണ്ട്. 2009 മുതൽ ആരംഭിച്ചതാണ്. എല്ലാ സൺഡേയിലും ഉച്ചയ്ക്ക് ഇവിടെ ഭക്ഷണം കഴിച്ചിട്ട് പ്രിയപ്പെട്ടവരൊക്കെ മടങ്ങിപ്പോകുമ്പോൾ അറിയാതെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയും. കാരണം ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഞാൻ ആ കടകളിലൊക്കെ കയറി ഇറങ്ങി ഭിക്ഷയാഴ്ച നടന്നൊരു മനുഷ്യനാണ്. എന്നാൽ ഇവിടെ വരുന്ന പ്രിയപ്പെട്ടവരൊക്കെ, 100 കണക്കിൽ ആൾക്കാർ ഇത് കഴിച്ചിട്ട് പോകുമ്പോൾ 2 കരം ഉയർത്തി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയും. എൻ്റെ ദൈവം എത്ര നല്ലവനാണ്, എൻ്റെ കർത്താവ് എത്ര വലിയവനാണ്, യേശുവിൻ്റെ സ്നേഹം എത്ര 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 അവർണ്ണനീയമായ സ്നേഹമാണ്. അതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മാത്രമല്ല, തൊടുപുഴയിൽ ഒരു ചർച്ച ആരംഭിക്കുവാനും മറ്റ് പല സ്ഥലങ്ങളിലും സഭകൾ ആരംഭിക്കുവാനും കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. എൻ്റെ ഭാര്യ, പ്രിയപ്പെട്ടവൾ PLM അല്ലെങ്കിൽ പെൻഡക്കോസ്റ്റൽ ലേഡീസ് മിഷൻ എന്ന് പറയുന്ന ഒരു സഹോദരിമാരുടെ ഒരു പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്നു. എല്ലാ ദിവസവും സുവിശേഷവുമായിട്ട് കടന്നു പോകുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിച്ചു. എൻ്റെ മകള് ഇന്ന് CMS കോളേജിലെ പ്രൊഫസറാണ്. എൻ്റെ മോൻ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞ് അവൻ അടുത്ത PGക്ക് വേണ്ടിയൊക്കെ കാത്തിരിക്കുന്നു. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അനേകരെ സ്നാനപ്പെടുത്തുവാനൊക്കെ ഭാഗ്യം നൽകി. മാത്രമല്ല, അയക്കുന്നിടങ്ങളിലെല്ലാം പല കൺവെൻഷൻ വേദികളിലും കർത്താവ് എന്നെ ശക്തമായി ഉപയോഗിക്കുന്നു. തെരുവോരങ്ങളിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഉറക്കെ വിളിച്ചു പറയുന്നു, മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമം മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊരു മതപരിവർത്തനമല്ല കേട്ടോ, ഇതൊരു മനപരിവർത്തനമാണ്. ഒരു ബൈബിൾ പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, എൻ്റെ ജീവിതം ആകെ തകർന്നു വല്ലാത്തൊരവസ്ഥ വന്നപ്പോൾ അതുവരെ മദ്യപിക്കാതിരുന്ന് ഞാൻ മദ്യപിക്കാൻ തുടങ്ങി. തൊടുപുഴയിലെ സകല ബാറുകളിലും കയറി ഇറങ്ങി മദ്യപിക്കാൻ തുടങ്ങി. കാരണം എനിക്ക് വേറൊന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ നടന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്നും ഞാൻ പലരോടും പറയാറുണ്ട്, ഈ തൊടുപുഴയിലെ ബാറിൻ്റെ ഫ്രണ്ടിലൂടെ ഞാൻ പോകുമ്പോൾ എൻ്റെ പോക്കറ്റിൽ പൈസ ഇല്ലാഞ്ഞിട്ടോ ആ ബാറിനകത്ത് മദ്യമില്ലാഞ്ഞിട്ടോ അല്ല, മറിച്ച്
അത് തെറ്റാണെന്ന് പറഞ്ഞ് അതിലേക്ക് കാലുവയ്ക്കാൻ അനുവദിക്കാത്ത ഒരു സർവശക്തനായ ദൈവം എൻ്റെ ഉള്ളിൽ ജീവിക്കുന്നു. അവൻ്റെ പേരെത്ര? കർത്താവായ യേശു ക്രിസ്തു, മഹത്വത്തിൻ്റെ പ്രത്യാശിയായ ക്രിസ്തു ഞങ്ങളുടെ ഉള്ളിൽ ജീവിക്കുന്നു. ആ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരുത്തി. പ്രിയപ്പെട്ടവരായതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ജീവിതം തകർന്ന് മുൻപോട്ട് പോകാൻ വഴിയില്ലാതെ, അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട് ഒരു കാലത്ത് ഞാനായിരുന്നത് പോലെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണോ? എന്നെ രക്ഷിക്കാൻ ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എനിക്കാരുമില്ല എന്ന് പറഞ്ഞ് പരിഭവം പറയുന്ന, പരാതി പറയുന്ന, വിലപിക്കുന്ന ഒരു വ്യക്തിയാണോ? ഞാൻ പറയട്ടെ, യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. ലോകത്താര് കൈവിട്ടാലും കൈവിടാത്ത, ലോകത്താര് മറന്നാലും മറന്നുപോകാത്ത, ലോകത്താര് തള്ളിക്കളഞ്ഞാലും നിങ്ങളെ തള്ളിക്കളയാത്ത ഒരു യേശു ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നമ്മുടെ ദൈവത്തിന് മുഖപക്ഷമില്ല. ഏത് ജാതിയിൽപ്പെട്ട ഒരു വ്യക്തിയാകട്ടെ, ഏത് മതത്തിൽപ്പെട്ട ഒരു വ്യക്തിയാകട്ടെ, ഏത് ഗോത്രത്തിൽപ്പെട്ട വ്യക്തിയാകട്ടെ, കറുത്തവനാകട്ടെ, വെളുത്തവനാകട്ടെ, ഇന്ത്യക്കാരനാകട്ടെ, ആഫ്രിക്കക്കാരനാകട്ടെ, സമ്പന്നനാകട്ടെ, ദരിദ്രനാകട്ടെ, പണ്ഡിതനാകട്ടെ, പാമരനാകട്ടെ, ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു നല്ല ദൈവം ഇന്നും ജീവിക്കുന്നു. ആ ദൈവത്തിൻ്റെ പേരത്രേ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ താങ്കളും താങ്കളുടെ കുടുംബവും രക്ഷ പ്രാപിക്കും. വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഇതൊരു നിർമ്മിത കഥയല്ല, ഇതൊരു പുരാണ കഥയല്ല, മറ്റാരുടെയും കഥയല്ല. എൻ്റെ ജീവിതത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ സത്യമാണ്. ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. അതുകൊണ്ട് നോക്കുക, ഈ അവസരം പ്രയോജനപ്പെടുത്തുക. ജീവിതം ഒന്നേ ഉള്ളൂ, അത് മറന്നു പോകരുത്. ഇനി ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതിനപ്പുറം ഒരു ജീവിതം കൂടിയുണ്ട്. മരണാനന്തരം ഒരു ജീവിതമുണ്ട്. 2 സ്ഥലങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒന്ന് സ്വർഗം, ഒന്ന് നരകം. നരകം ഒരിക്കലും ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കിയതല്ല. എന്നാൽ ഇന്ന് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഒരേ ഒരു വഴി, യേശു പറഞ്ഞു, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടമാക്കിയാൽ അവനെന്ത് പ്രയോജനം? അതുകൊണ്ട് ഈ അവസരം പ്രയോജനപ്പെടുത്തണം. ഈ ചാനലിലൂടെ കേൾക്കപ്പെടുന്ന ഈ സാക്ഷ്യങ്ങൾ, വചനങ്ങൾ നിങ്ങൾ ഏറ്റെടുത്താൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിലൊരു അനുഗ്രഹമായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മാധ്യമങ്ങളിലൂടെ ദൈവം ഇതുപോലെയുള്ള ക്രമീകരണങ്ങൾ വരുത്തുന്നത്. ഒരു മനുഷ്യൻ പോലും നശിച്ചു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. വിശുദ്ധ ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, യോഹന്നാൻ 3:16, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. താങ്കളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, താങ്കളെ കരുതുന്ന ഒരു ദൈവമുണ്ട്, താങ്കളെ കാണുന്ന ഒരു ദൈവമുണ്ട്. മറ്റാരും താങ്കളെ അറിയുന്നതിനേക്കാൾ താങ്കളെ അറിയുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ഈ യേശു ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഈ കർത്താവ് നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് കാൽവരി ക്രൂശിൽ ഏകയാഗമായി തീർന്നത്. ആ ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. നോക്കൂ, ഇന്നത്തെ അവസ്ഥ നോക്കൂ. എത്ര കുടുംബങ്ങളിൽ സമാധാനമുണ്ട്, എത്ര വ്യക്തികളിൽ സമാധാനമുണ്ട്. നോക്കൂ, നാം നമ്മോട് തന്നെ ചോദിച്ചു നോക്കൂ, എനിക്ക് സമാധാനമുണ്ടോ? കുറച്ച് പണമുണ്ടാകാം, നല്ല വീടുകളാണ്, പക്ഷെ സമാധാനമുണ്ടോ? ലോകത്തെവിടെയെങ്കിലും സമാധാനമുണ്ടോ? യുദ്ധങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, മനുഷ്യൻ വല്ലാത്ത അവസ്ഥയിലായിരിക്കുന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്ന സമാധാനം പോലെയല്ല. ആയതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. ഞങ്ങൾ ഇന്ന് നോക്കൂ എത്ര സന്തോഷത്തോടെ ജീവിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ കർത്താവിനെ സേവിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നതൊക്കെ വന്നു കാണാം, വന്ന് മനസ്സിലാക്കാം. നോക്കുക, ഞങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരുത്തിയ, ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ച, ഞങ്ങളുടെ ജീവിതത്തിന് പുതിയ അർത്ഥതലങ്ങൾ തന്ന, ഞങ്ങളെ കരം പിടിച്ചുയർത്തിയ ഒരു യേശു ഇന്നും ജീവിക്കുകയാണ്. അതുകൊണ്ട് ഈ കർത്താവായി യേശുവിൽ വിശ്വസിച്ച് അനുഗ്രഹം പ്രാപിക്കുവാനും ഇനിയുള്ള ശിഷ്ടായുസ് സമാധാനമുള്ള, സന്തോഷമുള്ള ഒരു നല്ല ജീവിതം നയിക്കുവാനും വരുവാനുള്ള ഒരു നിത്യത കരസ്ഥമാക്കുവാനും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ലോകത്തിലെ മുഴുവൻ സംഭവങ്ങളും വിളിച്ചു പറയുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞവസാനിപ്പിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്, നിങ്ങൾ കൈവിടപ്പെട്ടു പോകരുത്. മറ്റൊരുവനിലും നമുക്ക് രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു നാമം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രമാണ്. ആയതുകൊണ്ട് ആ നാമത്തെ വിളിച്ചപേക്ഷിച്ച് രക്ഷ പ്രാപിക്കുവാൻ വളരെ സ്നേഹത്തോടെ എൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ ഞാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ സന്ദേശം ഞാൻ ഉപസംഹരിക്കുകയാണ്. എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ക്രൈസ്റ്റ് ബ്ലസ്സസ് എന്ന അനുഗ്രഹീതമായ യൂട്യൂബ് ചാനലിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദൈവദാസന്മാരോടും ഈ സമയം വരെയും എന്നെ കേട്ട പ്രിയപ്പെട്ടവരോടും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.